അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഉയർന്ന പഠനങ്ങളിലേക്കൊക്കെ പോകുന്നത് പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ വേണമെങ്കിൽ ഒരു +2 ഡിഗ്രിയൊക്കെ അവസാനിപ്പിക്കുന്നു. പെൺകുട്ടികളാണ് ഇന്ന് റിസർച്ച് സ്കോളേഴ്സായിട്ട്, അതേപോലെ സയൻറ്റിസ്റ്റുകളായിട്ട്, സിവിൽ സർവീസ് എക്സാമിനേഷനുകളിൽ, അതേപോലെ തന്നെ നീറ്റ് പോലെയുള്ള സംഗതികളിൽ, മെഡിക്കൽ രംഗത്തൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പെൺകുട്ടികളാണ് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നത്. ഉയർന്ന പഠനങ്ങൾക്ക് താല്പര്യത്തോടെ വരുന്നതും അതിൽ പരിശ്രമിക്കുന്നതും അവരെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾ വളരെ പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും നേടിയിട്ടുള്ള സ്ത്രീകളെ ജോലികൾക്ക് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും. കാരണം ഞാൻ അത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് ജോലി ഇല്ലല്ലോ എന്നുള്ള ഒരൊറ്റ വിചാരം മതി ഒരു പെൺകുട്ടിയുടെ മനസ്സ് തകർന്നു പോകാനും അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടാനും അത് മാത്രം മതി. അവിടെ അവർ പഠിക്കുന്നത് പോലെ തന്നെ അവർക്ക് ജോലിക്ക് സാധ്യതകൾ ഉണ്ടായിരിക്കും. അവർ ജോലി ചെയ്യും. ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ച് അവരുടെ കുടുംബജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കാത്ത രൂപത്തിൽ അവർ ജോലിയുമായി മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവുമില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ജോലിയുള്ള ഒരു പെൺകുട്ടി അവളൊരു കുടുംബവുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അവൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു ബോധം അവൾക്ക് വേണം. ആ ബോധത്തോടു കൂടെ ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അവരുടെ ജീവിതത്തിനെ ബാധിക്കില്ല. അതല്ലെങ്കിൽ എന്തു ചെയ്യും, അത് ജീവിതത്തെ ബാധിക്കുകയും ഒരുപക്ഷെ കുടുംബജീവിതം തന്നെ തകരുകയും അവരുടെ കുട്ടികൾ അനാഥത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടുണ്ടാകും എന്ന കാര്യത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കണം. അപ്പോൾ ആ ജോലി മാത്രം അവശേഷിക്കുകയും തൻ്റെ ജീവിതം മുഴുവനും പ്രയാസത്തിലായി പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. ആർക്കുണ്ടാകുക എന്ന് വെച്ചാൽ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കുടുംബജീവിതത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ എന്തെല്ലാം അറിയണം, എന്തെല്ലാം മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധം അവർക്ക് വേണം. അത് വിശാലമായ ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇസ്ലാമിക പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ നിന്നാണ് അതൊക്കെ കിട്ടുക. ഈ ഒരു പരിമിതമായ സമയം കൊണ്ട് പറയാൻ പറ്റുക. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു ധാരണ വേണം എന്ന് സൂചിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ടത്. അതിൽ പ്രധാനമായൊരു കാര്യം, ഒരു ഭാര്യയുടെയും മക്കളുടെയും ചെലവ് നടത്തേണ്ടത് ആരാണ്? പുരുഷനാണ്, ഭർത്താവാണ്. അതുകൊണ്ട് നിർബന്ധമായും അത് അദ്ദേഹം തന്നെ ചെയ്തിരിക്കണം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് സഹകരിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭർത്താവ് ചെയ്തു തരുന്നില്ല എന്നതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ഭാര്യ ജോലിക്ക് പോകുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്, ഒരു പുരുഷൻ കുടുംബത്തിൽ നിർവഹിക്കേണ്ട ഭാരവും ഒരു സ്ത്രീ നിർവഹിക്കേണ്ട ഭാരവും ഒന്നിച്ച് അവരുടെ തലയിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിരുത്തരവാദപരമായി പെരുമാറുന്ന ഭർത്താക്കന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടി ജോലിയും, അതെന്ത് ജോലി ആവാം, വീട്ടുജോലി വരെ ചെയ്ത് ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അവസാനം അവർക്ക് ഇതൊന്നും എവിടെയും എത്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം വരുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയെങ്കിലും അടിസ്ഥാനപരമായ തങ്ങളുടെയും മക്കളുടെയും ചെലവുകൾ ഭർത്താവ് തന്നെ നിർവഹിച്ചു പോകുന്ന ഒരു സ്ഥിതി വിശേഷത്തെ നിലനിർത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ്, നമ്മളത് ഭാര്യമാരത് ഏറ്റെടുക്കുന്നതോടുകൂടെ പുരുഷന്മാരെന്ത് ചെയ്യും, അതിൽ നിന്ന് തോളൊഴിഞ്ഞു പോകും. അങ്ങനെ പോകുമ്പോൾ എന്തു ചെയ്യും, പലപ്പോഴും ഒരു ജോലിയും വരുമാനവുമായി കിട്ടുമ്പോൾ എന്തു ചെയ്യും, അതുവരെ എങ്ങനെയെങ്കിലും ഭർത്താവിനെ തൻ്റെ കൂടെ നിർത്താൻ ശ്രമിച്ചിരുന്ന സഹോദരിമാരെന്ത് ചെയ്യും, ഇനിയിപ്പോൾ അയാൾ നോക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരികയും മക്കളും ഭർത്താവും കുടുംബജീവിതവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടാവും. ഭർത്താവ് സംരക്ഷിക്കാതെ വരുമ്പോൾ ഒരു ജോലി അന്വേഷിക്കുക എന്നതിലുപരി ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സംരക്ഷണം തരാത്തൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണോ എന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ ആലോചിക്കുന്നതായിരിക്കും ഇതിനേക്കാളും നന്നായിരിക്കും. അയാളെ നിലനിർത്തി, ഒരു പേരിനൊരു ഭർത്താവിനെ നിലനിർത്തി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിതം കൊണ്ടുനടക്കുന്നതിനേക്കാളും നല്ലത് ചിലപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ ഒരു നല്ല ജീവിതത്തിന് അവസരമുണ്ടാകുമെന്നതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഭർത്താവിൻ്റെ ബാധ്യതകളിൽ നിന്ന് അയാളെ ഒളിച്ചോടാൻ അനുവദിക്കുന്ന ഒരവസ്ഥ ഒരു സഹോദരിയുടെ ജോലി കൊണ്ട് വരാതിരിക്കണം.
അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ അത് ബന്ധങ്ങളെ തന്നെ ബാധിക്കും, അത് വിവാഹമോചനത്തേക്ക് ബാധിക്കും. അങ്ങനെ ഭർത്താവിനെ ആവശ്യമില്ലാത്തൊരവസ്ഥ വരികയും ഭർത്താവിനെ തീരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹവും എന്തു ചെയ്യും, ഇനിയിപ്പോൾ ഇവർ പോയാലും കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഒരു പക്ഷേ അയാളും എത്തിത്തീരും. അങ്ങനെ ആ കുട്ടികൾ വഴിയാധാരമായി പോകുന്നൊരവസ്ഥ ചിലപ്പോഴുണ്ടാകും. മറ്റൊന്ന്, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്ത്രീ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കാൻ മറ്റാരെ കൊണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഉമ്മൻ്റെ കാര്യം നിർവഹിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ ഒരു ഉമ്മയുടെ സാന്നിധ്യം വേണ്ടിടത്ത് ഒരു ഉമ്മയുടെ സാന്നിധ്യം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളിൽ യാതൊരു നിലക്കുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ മാത്രമേ ഞാൻ എൻ്റെ ജോലിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവണം. കുട്ടികളെ കൂടെ നിർത്തി അത് സാധിക്കും. അതിലൊരു കോംപ്രമൈസ് ഒരിക്കലും അനുവദിക്കരുത്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ, ഈ കുട്ടികൾ നമ്മൾക്ക് ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഉമ്മ എന്നുള്ളൊരു വികാരം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ അവസാനം ഏകാന്തമായി പോകും. ഭർത്താവില്ലാതെ, മക്കളില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഏകാന്തതയിലേക്ക് പോകും. അതൊരു വല്ലാത്ത ഏകാന്തതയായിരിക്കും ജീവിതത്തിൽ അനുഭവിക്കുക. അതുകൊണ്ട് എൻ്റെ ഉമ്മ എന്ന നിലക്ക് എൻ്റെ ഉമ്മ എല്ലാം ചെയ്തു തന്നു എന്ന് തന്നെ നമ്മുടെ കുട്ടികൾ എക്കാലത്തും പറയുന്നൊരു ബന്ധം അവരുമായി പാലിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു ഫുൾ ടൈം ജോലിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഒരു സഹോദരിക്ക് വരും എന്നതിനെക്കുറിച്ച് അവർ നന്നായി മനസ്സിലാക്കണം. പണം വന്നോട്ടെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാരം കുറക്കാൻ വേണ്ടി നമുക്ക് ആ പണം ഉപയോഗിക്കാം, ഒരു പ്രശ്നവും അതിനില്ല. അതിലെന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ അടിസ്ഥാന കാര്യങ്ങൾ എപ്പോഴും ഭർത്താവ് തന്നെ നിർവഹിച്ച് തരണം എന്നിടത്തുനിന്ന് നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണം എന്നാണ് ഉറപ്പെടുത്താനുള്ളത്. ഇത് വളരെ ഗൗരവമായി സഹോദരിമാരുടെ ചിന്തയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു സഹായിക്കട്ടെ.